മക്കളെ, അപ്പൊ നമ്മുടെ PYQ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞ എ ബോക്സ് കണ്ടെയ്ൻസ് 10 വൈറ്റ് ബോൾസ് ആൻഡ് സം ബ്ലൂ ബോൾസ്. അതായത് ഒരു പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട്? 10 വെള്ള ബോളുകളുണ്ട്, കുറച്ച് നീല ബോളുകളുണ്ട്. ടോട്ടൽ എത്ര തന്നിട്ടുണ്ടോ? ഇല്ല, ടോട്ടൽ ബോൾസ് എത്ര തന്നിട്ടില്ല. 10 വൈറ്റ് ബോൾസും ഉണ്ട്, സം ബ്ലൂ ബോൾസും ഉണ്ട്, കുറച്ച് ബ്ലൂ ബോൾസും ഉണ്ട്. ഇനി എന്താ വേറെ തന്നെ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഫ്രം ദ ബോക്സ് ഈസ് 1/3. അതായത് വെള്ള കിട്ടാനുള്ള സാധ്യത, വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര തന്നിക്കണേ? 1/3 എന്നും തന്നിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദ ബോക്സ്? അതായത് ഈ പെട്ടിയിൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ടാവും ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ചെയ്തതാണ്, ഇഷ്ടം പോലെ ചെയ്താണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം വെള്ള കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/3 ആണ്. വെള്ള ബോൾസിന്റെ എണ്ണം എത്രയാണ്? 10 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1 ആണ്. 1നെ 10 ആക്കണം. നമുക്ക് എന്നാലും 10 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ബോൾസ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ 1നെ 10 ആക്കി എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് 1 × 10. മേലെ മാത്രം ചെയ്യാൻ പറ്റുമോ? ഇല്ല, താഴെയും ചെയ്യണം. × 10 എത്ര കിട്ടും നമുക്ക്? 10/30 എന്ന് കിട്ടും. അതായത് ഇനി നമുക്ക് പറഞ്ഞൂടെ 30ൽ 10 വൈറ്റ് ബോൾസ്. അപ്പൊ നമുക്ക് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്ര കിട്ടി? നമുക്ക് 30 എന്ന് കിട്ടി. മൊത്തം എത്ര ബോളാണ് മക്കളെ? 30 ബോൾസ് ഉണ്ട്. ഇനി നമുക്ക് പറഞ്ഞൂടെ 30 ബോൾസ് ആണെങ്കിൽ 10 വൈറ്റ്, ബാക്കി എത്ര ബ്ലൂ ബോൾസ് ഉണ്ടാവും? 30 - 10 = 20 ബ്ലൂ ബോൾസ് ഉണ്ടാവും. ഇനി എന്താ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ? അതായത് ഇതിന്ന് ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ ബോൾസ് 30 എന്നാണ്, ബ്ലൂ ബോൾസ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് നീല പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര വരും മക്കളെ? 20 ബ്ലൂ ബോൾസ് ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ 30 = 2 0 കട്ട് ചെയ്താൽ 2/3 നമുക്ക് ആൻസർ കിട്ടും.